പ്രേക്ഷകർക്കും നമസ്കാരം. സ്റ്റാൻഡപ്പ് കോമഡി രംഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി രംഗത്തെ പ്രതിഭാധനരായ കൊമേഡിയൻസിനെ പ്രേക്ഷകർക്ക് മുൻപിൽ തിരഞ്ഞെടുത്ത് സമർപ്പിക്കുന്ന ദി അൾട്ടിമേറ്റ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ ആയ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. Okay, let's welcome our most special and precious presence of Fun Upon a Time, the very own Ramesh Pisharadi. ഒപ്പം ഏറെ സ്നേഹപൂർവ്വം സുധീഷ് ഏട്ടനെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സുധീഷ് ഏട്ട. ഒരു അടിപൊളി സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു ഈ വേദിയിൽ റൂബിൻ. വെൽക്കം റൂബിൻ. താങ്ക് യു. സുഖമായിരിക്കുന്ന? അതെ, നന്നായിട്ട് പോകുന്നു. അടിപൊളി അടിപൊളി. സുധീഷ് ഏട്ട, രമേശ് ഏട്ട. എന്താ പേരെന്താണ്? എന്റെ ശരിക്കുള്ള പേര് രൂബിൻ എന്നാണ്. അത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ രൂബിൻ എന്ന് പറഞ്ഞാലും ആൾക്കാർ റൂബിൻ എന്ന് പറയും. പിന്നെ പിടിച്ചു നിർത്തി ആരെങ്കിലും പേര് ചോദിച്ചാൽ എനിക്ക് വായി തോന്നുന്ന പേര് പറഞ്ഞിട്ട് ഞാൻ പോകും. എന്റെ ശരിക്കുള്ള പേര് റൂബിൻ എസ് കാവാലം എന്നാണ്. റൂബിൻ എസ് കാവാലം. കാവാലം എന്റെ വീട്ടുപേരാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. അടിപൊളി. താങ്ക് യു സാർ, താങ്ക് യു. റൂബിനെ, റൂബിന്റെ എപ്പിസോഡ് കണ്ടിട്ട് എന്നെ പലരും വിളിച്ചിരുന്നു. റൂബിന്റെ പ്രകടനം വളരെ മികച്ചതാണെന്ന് പലരും എന്നോട് അഭിപ്രായം പറഞ്ഞിരുന്നു. ഒന്ന് രണ്ട് പേര് ചോദിച്ചു, തമാശയ്ക്ക് വേണ്ടി റൂബിൻ അഭിനയിക്കുന്നതാണോ എന്നൊരു എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു അഭിനയം ഇവിടെ ഇല്ല. റൂബിന്റെ പ്രകടനങ്ങൾ വളരെ ജെനുവിനാണ്. റൂബിന്റെ പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് ഈ വേദിയിൽ റൂബിൻ കാണിച്ചിട്ടുള്ളതെന്നാണ് അവരോടെല്ലാം പറഞ്ഞത്. ഇന്നും റൂബിന്റെ പ്രകടനം ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം റൂബിൻ ഞെട്ടിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് റൂബിൻ എന്നാണ്. പാലായിക്കടുത്ത് മാനത്തൂരാണ് എൻ്റെ വീട്. അപ്പം മാനത്തൂർ എന്ന് പറയുന്ന എൻ്റെ നാടിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാൻ അവസരം തന്ന ഫൺസ് അപ്പോൺ എ ടൈമിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എനിക്കാണെങ്കിൽ സംസാരിക്കുമ്പോൾ വിക്കുള്ള കാര്യം, ഗോപനമോടിയുടെ പട്ടിയുടെ കൂട്ട് എൻ്റെ കൂടെ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എനിക്ക് ഈ ഫൺസ് അപ്പോൺ എ ടൈമിൽ ഒരവസരം കിട്ടിയതിന് ശേഷം ഞാൻ കലാപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഓടിയേല എന്ന് കരുതിയ പടം ബോക്സ് ഓഫീസ് ഹിറ്റായി കഴിയുമ്പം സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും കണ്ണു തള്ളും. ആ ഒരു ഫീലാണ്. ഫൺസ് അപ്പോൺ എ ടൈമിൽ വരുന്നതിന് മുമ്പ് ഞാൻ കലാപരമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ആറ്റുനോറ്റ് വെച്ച തെങ്ങ് ഒരു കരിക്ക് പോലും കുടിക്കാൻ മേലാണ്ട് മണ്ടയടിച്ച് പോകുമ്പോഴൊരവസ്ഥയാണ് എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി. ഇപ്പം അതൊക്കെ മാറി. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു എനിക്കൊരു ചെറിയ സമയദോഷം ഉണ്ടെന്ന് പറയും. അപ്പം അവർ ചെന്ന് എൻ്റെ അപ്പച്ചനോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ട് പ്രശ്നമൊക്കെ വെച്ച് പരിഹരിക്കുവാണെങ്കിൽ മോൻ്റെ സമയദോഷം മാറ്റാൻ പറ്റും. അപ്പം അപ്പച്ചന് ഇവൻ ജനിച്ച സമയം എപ്പോഴാന്ന് വല്ലോ പിടുത്തോണ്ടെന്ന് ചോദിച്ചു. ഞാനെങ്കിൽ എവിടുന്ന് ഓർത്തിരിക്കാനാന്ന് ചോദിച്ചു. ജീവപര്യന്തം ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് പൂജപ്പരയാണോ, കണ്ണൂരാണോ, വിയ്യൂരാണോ, സബ് ജയിലാണോ എന്ന് ആർക്കെങ്കിലും വല്ലോ പിടുത്തോണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഫൺസ് അപ്പോൺ എ ടൈമിന് പോവാന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടെങ്കിൽ ഇറങ്ങി. അപ്പം അപ്പച്ചൻ പറഞ്ഞു, ഓ ഇത്രയും കാലം എൻ്റെ മകൻ കാശിന് മാത്രം തെണ്ടുന്ന ഞാൻ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പം അവൻ കൗണ്ടറുണ്ടോ എന്ന് ചോദിച്ച് നാട്ടിൽക്കൂടെ മുഴുവൻ തെണ്ടി നടക്കുന്നത് കാണേണ്ടി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എനിക്ക് എന്തെങ്കിലും ഓർത്തോർത്ത് ചിരിച്ച് കണ്ണീന്ന് വെള്ളം പോണ എന്തെങ്കിലും തമാശ അപ്പച്ചൻ പറഞ്ഞു തരുവാണേ ഞാനത് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയിൽ പോയി പറഞ്ഞ് നന്നായിട്ട് കൈയിടി മേടിച്ചൊക്കെ തന്നെ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇപ്പം എഴുതിയതൊന്നും പോരാടാന്ന് ചോദിച്ചാൽ, ഇപ്പം എഴുതി പോരാ, ഓർത്തോർത്ത് കരഞ്ഞ് ഓർത്തോർത്ത് ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരുന്ന എന്തെങ്കിലും തമാശ ഉണ്ടോന്ന് ചോദിച്ചാൽ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഡാവേ ഓർത്തോർത്താൽ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്ന ഒരേ ഒരു തമാശയേ ഉള്ളൂ, അത് എഴുതാനൊന്നും പറ്റത്തില്ല. അതാണിപ്പോൾ പാൻറ് വിട്ട് കോട്ട് വിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട് പോണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സദസ്സിൽ ഒരു കല്യാണ വേദിയിൽ
പാൽപ്പായസം കഴിച്ചോണ്ടിരിക്കുക. അവസാനം ഈ കാനാ പറക്കാന്ന് പറയുമല്ലോ. അപ്പൊ ഈ അവസാനം തീരുന്ന സമയത്ത് 5-6 ഗ്ലാസ് പാൽപ്പായസം ഞാൻ കഴിച്ചു. അപ്പോൾ ഒരു അമ്മാവൻ എന്നോട് പറഞ്ഞു, മോനെ വിക്കൂടാ, നീ ഇങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മാവാ, 25 വർഷമായിട്ട് വിക്കൊരു തൊഴിലായിട്ട് കൊണ്ടു കിടക്കുന്ന ഞാൻ ഇച്ചിരി പാൽപ്പായസം കഴിച്ചെന്ന് കരുതി എവിടെ വിൽക്കാനാന്ന് ചോദിച്ചു. അമ്മാവന് ഷുഗർ വല്ലതും ഉണ്ടെങ്കിൽ ആ പായസം കൂടെ ഇങ്ങ് തന്നേരം ഞാൻ കഴിച്ചേക്കാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പണിയില്ലാണ്ട് ഞാൻ തെണ്ടി നടന്നൊരു കാലമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പോയി യൂണിയൻകാരനോട് പണി ചോദിച്ചു. ആള് വലിയ കുഴപ്പമില്ലാത്തവനാണ്. അപ്പോൾ പറഞ്ഞു, കുഴപ്പത്തിനൊന്നുമില്ല, 60 കുബിക്കടി തടി ഒറ്റയടിക്ക് ചുമന്ന് കയറ്റുന്നവനാണ്, വിളിച്ചോണ്ട് പോരെ. അപ്പം എന്നെ കാവാലെന്നാണ് വിളിക്കുന്നത്, കാവാലത്തെ കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഈ 60 കുബിക്കടി തടി എന്ന് പറഞ്ഞാൽ അണ്ണാ ഒരുപാട് ഇത് കൂട്ടില്ലെന്ന് ചോദിച്ചു, ഒത്തിരി ഭാരമില്ലെന്ന് ചോദിച്ചു. ആ ഉണ്ട്, 60 കുബിക്കടി തടി മടുത്ത് പുറകിലോട്ട് നിൽക്കരുത്, ചുമക്കാൻ പറ്റുന്നതിനാണ്, ഒരു 10 ദിവസം പണി കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഈ കൂട്ടുകാരനൊരു ചിരിയോടുകൂടി പറയാ, ഈ 60 കുബിക്കടി എന്ന് പറഞ്ഞാൽ ഈ കാവാലെന്ന് പറയുന്ന ഞാൻ പനങ്കളിൽ കുടിക്കുന്നത് കണ്ടിട്ടുള്ളൂ, പനമ്പട്ട തിന്നുന്നത് കണ്ടിട്ടിരുന്നു. അപ്പൊ 60 കുബിക്കടി തടി അവൻ ചുമക്കോ ഇല്ലയോ എന്ന് എനിക്ക് പിടുത്തിരുന്നത്. അപ്പൊ എനിക്ക് ടിക്കറ്റ് കച്ചവടമാണ് കേട്ടോ ചേട്ടാ പണി. അപ്പൊ ഈ ടിക്കറ്റ് കച്ചവടമായിട്ട് നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ, ചേട്ടാ ലോട്ടറി വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ ആൾക്കാര് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയും, ഡാബി ഒന്ന് പോയേ, നീ എനിക്കാണെങ്കിൽ ഇവിടെ വട്ട് പിടിച്ച് നിൽക്കുകയാണ്, നിന്റെ ടിക്കറ്റും വേണ്ട, അടിക്കില്ലാത്ത ടിക്കറ്റും വേണ്ട, നീ പൊക്കേന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങോട്ട് ഡൗൺ ആവും. അപ്പൊ അതിന്ന് പിടിച്ച് കയറാൻ വേണ്ടി ഞാൻ പറയും, ഓ ഏട്ടാ, ഈ വട്ടെന്ന് പറഞ്ഞ സാധനം ചേട്ടൻ ഇപ്പൊ പിടിച്ചതാണെങ്കിൽ കാലത്തെ ഞാൻ കഴിച്ചേ കൂടി ഗുളിക തരാം. അതല്ല, ഒരാഴ്ചക്ക് മുമ്പ് പിടിച്ച വട്ടാണെങ്കിൽ അമ്മാവൻ കഴിക്കുന്ന കൂട്ട് ഷോക്ക് തരാമെന്ന്. എന്താണെങ്കിലും ഞാൻ ബാഗും കോട്ടും എല്ലാം ഇട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാനുള്ളൊരു സെറ്റപ്പിൽ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പം എന്നോട് നാട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോവാടാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അമൃതായി പോവും, ആ കാലത്തെ അമൃതായി പോവാണെന്ന് ചോദിച്ചു. അതെ, ഞാൻ കാലത്തെ അമൃതായി പോവാ. എന്നത്തെ? ഞാൻ പറഞ്ഞു, പരിപാടിക്ക്. ഹോ, നിന്റെയൊക്കെ സ്വഭാവത്തിന് ഞങ്ങളൊക്കെ ആംബുലൻസ് വിളിച്ച് ഇല്ലാത്ത കാശും വെച്ച് വൈകിട്ടാണല്ലോ അമൃതയെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, ആ അമൃതയല്ല, ഇത് അമൃത ചാനലിൽ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടിക്ക് വന്നത്. അപ്പം ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടിക്ക് വന്നതിന് ശേഷം എനിക്ക് ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞില്ല. ഇത്രയും കാലം നിനക്ക് വിക്കാണ്, പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടവര് ഇപ്പം എനിക്കൊരു 3-4 പരിപാടികളൊക്കെ കിട്ടിയിട്ടോ. പക്ഷെ അടിച്ചേട്ടാ, ഒരു 3-4 പരിപാടി കിട്ടി. അപ്പോൾ ആ പരിപാടിക്ക് എന്നെ വിളിച്ചേച്ച് ഇവർ പറയുന്നത് 1-2 ഞാൻ ഇച്ചിരി ജനാർദ്ദൻ്റെ ഇച്ചിരി ശബ്ദാനുകരണമൊക്കെ ചെയ്യും, അതൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, എന്തെങ്കിലും ഇച്ചിരി വളിപ്പും പറഞ്ഞു വെച്ച് ചുമ്മാ കയറി നിന്നിട്ടൊക്കെ വിക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടനോട് ഞാൻ 100 തവണ അവസരം ചോദിച്ചപ്പം ചേട്ടൻ എന്നെ വിൽക്കാന്നും പറഞ്ഞു വിട്ടല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഈ ചുമ്മാ വിക്കിക്കോ എന്ന് പറഞ്ഞാൽ ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ പഞ്ചസാര ഇടുന്നപോലുള്ള പരിപാടിയല്ലെന്ന് പറഞ്ഞു. വിൽക്കുന്നത് ഇച്ചിരി വിഷമമാണ്. ഇപ്പം എന്തോരം നേരം ഉണ്ടെന്ന് ചോദിച്ചു ഈ പരിപാടി. ഇത് 30 മിനിറ്റോളെന്ന് പറയും. നിങ്ങളുടെ ഗാനമേള ഞാൻ കൊച്ചിൻ്റെ പാട്ടും എല്ലാം കൂടെ കൂട്ടി 30 മിനിറ്റോളെന്ന് പറഞ്ഞു. എന്നാ ചേട്ടൻ എന്നോട് വിക്കിക്കോളാൻ പറഞ്ഞു, സൂക്ഷിക്കണം എന്ന് പറയും. എൻ്റെ നാക്ക് കയറി ഒറ്റ ഉടക്കങ്ങ് വെച്ച് കഴിഞ്ഞാൽ 36 ദിവസം കഴിഞ്ഞ് പോലീസുകൂടെ വന്നാൽ എന്നെ ഇവിടുന്ന് വിടാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ എനിക്കൊരു അവസരം തന്നത്, അതായത് ഈ ഇത്രയും ഇതേയും ഞങ്ങൾ ബൈബിളിൻ്റെ അകത്തൊരു പ്രമാണമുണ്ട്, ഈ തള്ളി വെച്ച കല്ല് തന്നെ മൂലക്കല്ലാവെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാനൊരു കാലത്ത് കണ്ണു നനഞ്ഞ ഒരു കുറവ് കൊണ്ട് എനിക്കിപ്പോൾ എന്നെ ആകപ്പാടെ 2 തവണ വിളിക്കുന്നത്, ആദ്യമായിട്ട് ഒരു വലിയ പരിപാടി എന്നെ 2 തവണ വിളിക്കുന്നത്. എന്നെ ഈ കൊറോണയ്ക്ക് ശേഷം 2 തവണ വിളിച്ചുകൊണ്ടിരുന്നത്, ഒന്ന് ഞാൻ ലോൺ എടുത്ത ബാങ്കുകാരും പിന്നെ ചിട്ടി പിടിക്കാത്ത സംഘക്കാരും. അപ്പോൾ എന്നാണെങ്കിലും എന്നെ ഒരു വലിയ പരിപാടി വിളിച്ച നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ചിരിയുടെ ഒരു അക്ഷയപാത്രമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിവ് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ചേട്ടാ, എന്താ പറയാനുള്ളത്? റൂബിൻ, നമ്മളെല്ലാ ആളുകളും, നമ്മൾ പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പരിമിതികളുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തരായിട്ടിരിക്കുന്നത്. ഒരാളെ പോലെ മറ്റൊരാളില്ല എന്ന് പറയാൻ പറ്റുന്നതും നമ്മളെല്ലാം വേറെ വേറെ ഒപ്പിടാൻ പറ്റുന്നതും എന്തോ വ്യത്യാസം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ്. പരിമിതികൾ പലതരത്തിലാണ് ആളുകൾക്ക്. ചില ആളുകൾക്ക് പറയും, എനിക്ക് ഒരു പരിമിതി ഉണ്ടെങ്കിൽ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് മറ്റൊരു കഴിവ് കിട്ടും എന്ന് പറയും. റൂബിനെ സംബന്ധിച്ചിടത്തോളം റൂബിന്റെ പരിമിതിയുമായി വന്നു കയറുന്നത് സ്റ്റാൻഡപ്പ് കോമഡിക്കാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. റോബിന് ഈ പരിമിതിയും വെച്ചിട്ട് വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് പോയി ഒരു 500 കിലോ എടുത്ത് പൊക്കിയാൽ കിട്ടുന്ന അംഗീകാരത്തെക്കാൾ വലിയ അംഗീകാരമാണ് ഞാൻ റൂബിൻ ഈ പണിക്ക് ഇവിടെ വന്ന് ആൾക്കാരെ ചിരിപ്പിച്ചു പോകുമ്പം കാണുന്നത്. വേറൊരു സ്ഥലത്തുള്ള കഴിവല്ല റൂബിനുള്ളത്. ഇത് തന്നെയാണ് റൂബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മാത്രമല്ല റൂബിനി രണ്ടാമത് വിളിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. ചില നടന്മാരോ നടിമാരോ സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ ആളുകൾ കൈയടിക്കുന്നത് അവർ പാട്ടുകാരായതുകൊണ്ടൊന്നുമല്ല, സിനിമാ നടനോ നടിയോ ആയതുകൊണ്ടാണ്. ആ പാട്ടിനൊരു പെർഫെക്ഷൻ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പാട്ടൊന്നും അറിയില്ല, ഞാനൊരു പാട്ടുകാരനല്ല, എങ്കിലും പാടാം എന്ന് പറഞ്ഞ് പാടിയാൽ ഒരു പാട്ട് ആളുകൾ സഹിക്കും. അത് ഞാൻ മറ്റൊരു മേഖലയിൽ അറിയുന്നത് കൊണ്ടാണ്. വാസന്തി ലക്ഷ്മിയും എന്ന് പറയുന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം പാടി വന്ന ശേഷം അദ്ദേഹത്തിന്റെ അച്ഛനായ ഗോപിയേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിന്റെ പാട്ട് കേട്ടിട്ടല്ല കണ്ണ് കാണാത്ത നീ പാടുന്നത് കൊണ്ടാണ് നിനക്ക് പൈസ തരുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 2 തവണയും റൂബിൻ ഈ വേദിയിൽ വന്നത് റൂബിന്റെ ഇത്തരത്തിലുള്ള ഒരു പരിമിതിയുടെയും പരിഗണന കൊണ്ടല്ല, പ്രതിഭ കൊണ്ട് തന്നെയാണ്. തമാശ പറഞ്ഞതുകൊണ്ടാണ്, പറയുന്നത് നല്ല തമാശകൾ കൊണ്ടായതുകൊണ്ടാണ്, ആ നല്ല തമാശകൾ കേട്ടാൽ നമുക്ക് ചിരി വരുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ യാതൊരുവിധ പരിഗണനയുടെയും പുറത്തല്ല ഇവിടെ റൂബിൻ നിൽക്കുന്നതെന്ന് റൂബിന് അഭിമാനത്തോടെ ഉറപ്പിക്കാം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ്. റൂബിൻ പറയുന്ന എല്ലാ തമാശകളും, റൂബിൻ പറയുന്ന എല്ലാ ഉപമകളും ഉദാഹരണങ്ങളും എല്ലാം വളരെ നിലവാരമുള്ളതും വളരെ ഗംഭീരമായിട്ടുള്ളതും ആണ്. അപ്പോൾ റൂബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈഡ് ബിസിനസ് ആണ്, ഇപ്പോഴെങ്കിലും വഴിയെ ഒരു മെയിൻ ബിസിനസ് ആക്കാവുന്ന ഒരിനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു വിനയവും ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാവട്ടെ. ഒപ്പം റൂബിൻ ഇത് വർത്തമാനത്തിനിടെ പറഞ്ഞു, ലോട്ടറിക്ക് കച്ചവടത്തിന് പോകുമ്പോൾ ചില ആളുകൾ നമ്മളെ പോടുന്നു എന്നും പറഞ്ഞ് ആറ്റുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഇംഗ്ലീഷ് ചിന്തകൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് സത്യത്തിൽ യാചകര് വിനയം അഭിനയിക്കുന്നതാണ്. അവര് നമ്മളുടെ അടുത്ത് കൈനീട്ടുമ്പോൾ മാത്രം അഭിനയിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പിയാണ്. അവർ ഏതെങ്കിലും ഒരു വഴിക്ക് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. മാത്രമല്ല അവർക്ക് ദേഷ്യം വന്നാൽ ആരോടായാലും അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അല്ലാതെ ഇതിന്റെ കോൺസിക്വൻസസ്, ഞാൻ അയാളോട് ദേഷ്യപ്പെട്ട അയാൾ എന്നെ എന്തെങ്കിലും ചെയ്താലോ, ഇതൊരു ധനികനല്ലേ ഇയാളോട് ഞാൻ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു ഭയമില്ല. അതിന്റെ കാരണമായിട്ട് ആ മനഃശാസ്ത്രം പറഞ്ഞത്, ഈ യാചകനെ സംബന്ധിച്ചൊരു ബോധ്യമുണ്ട്, അത്ര എളുപ്പത്തിലൊന്നും ഞാൻ ഈ ധനികനാവില്ല, എൻ്റെ ഈ ആയുസ് കൊണ്ടും എൻ്റെ ഈ സെറ്റപ്പിൽ ഞാൻ അത്ര എളുപ്പത്തിലൊന്നും ആ ധനികനാവാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അയാൾക്ക് ഞാനാവണമെങ്കിൽ ഒരു ദിവസം മതി, വലിയ അംഗമൊന്നുമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ നിസ്സാര സമയം മതി എന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇടപെടുന്നവർ, പറയുന്നവർ, പരിഹസിക്കുന്നവർ എല്ലാവരും ആലോചിക്കുക, റൂബിനാകുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ ധൈര്യം ആവശ്യമുള്ള, കഴിവ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഓൾ ദ ബെസ്റ്റ്. റൂബിൻ അടിപൊളി, അസൽ, ഗംഭീര പെർഫോമൻസ്. ഓക്കെ സാർ, താങ്ക് യു. എനിക്ക് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് റൂബിന്റെ പെർഫോമൻസ്. അപ്പൊ ഇതിലിപ്പം കുറെയൊക്കെ സംഭവങ്ങൾ ഒറിജിനൽ കാര്യങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ ഒറിജിനലാണ്. എല്ലാം ഒറിജിനലാണ് മിക്കവാറും. അതെ, ഞാനങ്ങനെ നുണ പറയുന്ന ഒരു കേസില്ല. നമ്മൾ അനുഭവിച്ചൊരു വിഷമം തന്നെ അങ്ങോട്ട് പറഞ്ഞു ഒപ്പിക്കുക. പിന്നെ കുറച്ചൊക്കെ ഇപ്പൊ സന്തോഷം എന്നുള്ള പേര് വേറെ ഏതൊരു അവസരമായിട്ട് മാറ്റുന്നു മാത്രമേ ഉള്ളൂ. ഉണ്ടായ സംഭവം പേരുകൾ മാറ്റും. ഈ ലോട്ടറിയുടെ സംഭവമൊക്കെ ശരിക്കുള്ളത്. എനിക്ക് ഉപജീവന മാർഗം ലോട്ടറി. അതിൻ്റെ അകത്ത് വേറൊരു സങ്കടമുണ്ട്. ഞാൻ MA വരെയും പഠിച്ചയാളാ. MA പഠിച്ച് MA ഞാൻ തോറ്റുപോയ ആളാണ്. അതായത് എനിക്ക് ഈ ഉള്ള സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് പറയുന്നതിൻ്റെ അകത്ത് ഒരു മടിയില്ല. ഈ 5 പൈസ കുറവ് 10 പൈസ കുറവെന്ന് പറയില്ല. എനിക്ക് ഈ കാര്യങ്ങൾ കത്തി വരാനുള്ള ചെറിയൊരു താമസമുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ, കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ എനിക്ക് പോയി പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് BA ഞാൻ എക്കണോമിക്സ് പഠിച്ച് പാസ്സായ ആളാണ് 2009. അത് കഴിഞ്ഞിട്ട് 2009 തൊട്ട് 11 വരെ MA പഠിച്ചപ്പം ഈ പടം വരയൊന്നും എൻ്റെ കൈക്ക് വഴങ്ങത്തില്ല. അതായത് ഇന്ത്യയുടെ പടം വരച്ച ആഫ്രിക്കയുടെ പടം വരും, തേങ്ങയുടെ പടം വരച്ച മുട്ടയുടെ പടം വരും. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ അവിടം വെച്ച് പഠിത്തം പോയിട്ട് ഇപ്പോൾ ഈ താൽക്കാലിക വേക്കൻസികളിലൊക്കെ അപേക്ഷിച്ച് ഞാൻ ഈ ഹാൻഡിക്യാപ്റ്റ് കാറ്റഗറിപ്പെട്ട ആളായതുകൊണ്ട് ആ ഒരു ആനുകൂല്യം വെച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് പെൻഷൻ കിട്ടുന്ന അത് വെച്ചിട്ട് ഞാനിങ്ങനെ ജോലിക്ക് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാ ജോലി ചെയ്താലും നമ്മൾ മുന്നോട്ട് പോവുക, നമ്മുടെ മുന്നിൽ അടഞ്ഞിട്ടിരിക്കുന്ന വാതിൽ ഒരിക്കൽ നമ്മുടെ മുമ്പിൽ തുറക്കും. അത് ഉറപ്പാണ്. ഞാൻ ചോദിച്ചല്ലോ ഇങ്ങനെ പ്രകടനങ്ങളുടെ മാറ്റം ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് മിമിക്രി ഞാൻ ജനാർദ്ദൻ ചേട്ടന്, KP ഉമ്മർ, പിന്നെ പാരടിപ്പാട്ടൊക്കെ സ്വന്തമായിട്ട് എഴുതി പാടും. അങ്ങനെ അങ്ങ് പോവാ. ഒരു 10-15 മിനിറ്റ് ഞാൻ ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ അവസരം ചെയ്യുന്നതാണ്. പിന്നെ അങ്കമാലി അമൃത എന്ന് പറഞ്ഞൊരു നാടക സമിതിയിൽ ഞാൻ വേഷം ചെയ്യുന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ നാടകങ്ങളുടെ 5 നാടകത്തിന്റെ ഞാൻ വേഷം ചെയ്തു. ഒന്നിന്റെ അകത്ത് പശുകറവാരം, ഒന്നിന്റെ അകത്ത് മന്ദബുദ്ധി, എല്ലാം അതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിച്ചങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല സാറേ. അപ്പൊ എന്തായാലും ഒരു വ്യത്യസ്തമായ രീതിയിൽ റൂബിന്റെ ഒരു മിമിക്രി കാണണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ?
ആദ്യമാദ്യം മുതയായുടെ വില്ലൻ വേഷങ്ങളൂടെ കടന്നു വന്ന് പിന്നെ കോമഡിയുടെ കൂടാരത്തിലേക്ക് കൂടുമാറിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീമാൻ ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദം ഞാൻ ഇവിടെ നിന്ന് എടുക്കാം. അയ്യോ എന്റെ അമ്മ എന്തൊക്കെയാണോ ചാരി കാണുന്നത് കട്ടെ, അതൊന്നുമില്ല പഠിച്ച് കല്യാണം നടത്തി അവസാനം അതുമില്ല ഇതുമില്ല എല്ലാം കണ്ട് ജപ്തുകാരെ കൊണ്ടുപോയി. അയ്യോ അയ്യോ അയ്യോ. അടിപൊളി, സൂപ്പർ. നീ വേറെ ആരെങ്കിലും സ്റ്റാർസ് ഉണ്ടോ കേൾക്കാനായിട്ട്? പിന്നെ KP ഉമർ സാർ. അതൊന്ന് കാണിക്കാം. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്താണെങ്കിലും ഇവിടെ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മാറിപ്പോടെ ഇവിടുന്ന് എന്നാ പറയട്ടെ. അപ്പൊ റൂബിൻ, യു ആർ ട്രൂലി ടാലന്റഡ്. ടാലന്റ് ആണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സ്റ്റാൻഡപ്പ് പെർഫോമൻസും ഗംഭീരമായി. വീണ്ടും വരാം. താങ്ക് യു. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ വിഷ്ണുദത്ത്. വിഷ്ണുദത്ത് ഫ്രം ചേർത്തല, സ്വാഗതം. വിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു കോൺട്രാക്റ്റിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പമാണ് സ്റ്റാൻഡപ്പ് കോമഡി. സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുകൾ ചെയ്യാറുണ്ടോ? യൂഷ്വലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലോറിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ. ആദ്യത്തെ തവണയാണ്. അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെൻഷൻ ഉണ്ട്, ഒരു ആവശ്യമില്ല. എത്ര പുതിയ ആളുകളാണ് ഈ പരിപാടിയിൽ വന്നിട്ടുള്ളതെന്ന് അറിയാം സുധീഷ് ചേട്ടാ. കാരണം ഇവരാരും ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ കയറുമെന്നോ ഒരു TV-യിൽ വന്ന് പരിപാടി അവതരിപ്പിക്കുമെന്നോ ആ പരിപാടി ജനങ്ങൾ കാണുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നവരല്ല. ഒരു വേറെ തൊഴിൽ മേഖലയിൽ, അതില് ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന ആള്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാര്, സാധാരണ ജോലിക്കാര്, വീട്ടമ്മമാര്, കുട്ടികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവര് തമാശ പറഞ്ഞു തുടങ്ങാൻ ഒരു കാരണമായി മാറിയ പരിപാടിയാണ് ഫൺസ് അപ്പോൺ എ ടൈം. അതിലേക്ക് ഒരാള് കൂടെ ഇപ്പൊ വന്നിരിക്കുകയാണ്. അതെ, എന്താ ചെയ്യുന്ന പറഞ്ഞേ? ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കോൺട്രാക്ട് ബേസിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ പ്രകടനം ഗംഭീരമാക്ക്, ഒന്ന് സൂപ്പർവൈസ് ചെയ്യും. ഒരു കോൺട്രാക്ട് തന്നിരിക്കുന്നു. വെൽക്കം ചെയ്യാം വിഷ്ണുദത്ത് ഫ്രം ചേർത്തല. ഇപ്പോ നിങ്ങൾ വിചാരിക്കും ഈ ഡയാന ഒന്ന് ഇവനെ ഇൻവൈറ്റ് ചെയ്തതാണല്ലോ, പിന്നെ ഇപ്പൊ എന്താണ് രണ്ടാമത് ഇവനെ ഒന്നുകൂടി പറഞ്ഞെന്ന് വിചാരിക്കും അല്ലേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിന്റെ ഓഡീഷന്റെ ഡേറ്റ് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു ഫ്ലോറിൽ എൻ്റെ പേര് പറയണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം കൊണ്ട് സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇതിൻ്റെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ TV കാണിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് പുച്ഛൻ ടീംസിൻ്റെ ഒരു പ്രതികരണമുണ്ട്. അത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് പറഞ്ഞേക്കാം. അതിങ്ങനെയായിരിക്കും. ഡാ ഇത് അവനല്ലടാ, വിഷ്ണു അല്ലടാ ഇത്. ഇവൻ ആരുടെ ഈ കോട്ടറെ കൊടുത്താടാ ഇവൻ ചാനലല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു അവാർഡാണ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഓഡിഷൻ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഓഡിഷനാണ്. അപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഗ്രൂമേഴ്സ് എന്നോട് പറഞ്ഞ്, കൊള്ളാം, നിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. അത് മാത്രമല്ല, കൗണ്ടറുകളുടെ അതിപ്രസരം അതുണ്ട്. രമേഷ് പിഷാരടി അറിയാലോ, അദ്ദേഹത്തിന് നീ ഒരു വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ഒരു പണി പോയിട്ട് അടുത്ത തവണ ഒരു ഓഡിഷൻ നടക്കുമ്പോൾ അന്ന് നീ വാന്ന് പറഞ്ഞു. സംഭവം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതാണ്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് വേറൊരു സാധനം നന്നായിട്ട് പെർഫോം ചെയ്ത് പഠിച്ച് ഞാൻ വന്ന് അടുത്ത ഇതിനെ ഓഡീഷന് വന്ന് പെർഫോം ചെയ്തു. അങ്ങനെയാണ് ഞാൻ സെലക്ട് ആകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഞാൻ ആദ്യ തവണ പെർഫോം ചെയ്തപ്പോഴും രണ്ടാമത്തെ തവണ ഓഡിഷൻ സെലക്ട് ആയ സമയത്ത് പെർഫോം ചെയ്തപ്പോഴുള്ള ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പ്രതികരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ഓഡീഷൻ്റെ ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നാട്ടിലും വീട്ടിലുമൊക്കെ അപാര ഹൈപ്പാണ് കൊടുത്തത്. അതായത് വീട്ടിൽ അമ്മയുടെ കയ്യിലൊക്കെ, അമ്മ ഇനി നമ്മൾ തമ്മിൽ നേരിട്ടധികം കാഴ്ചകളുണ്ടാവില്ല, അമ്മയുടെ മോൻ TV-യിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇതൊന്നിന് 10 കുടുംബശ്രീയിലും അവിടെ തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ ചെന്ന് പറഞ്ഞ്, രമേഷ് പിഷാരടി വിളിച്ചേക്കണം എൻ്റെ മകനെ, അവൻ തന്നെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണത്, നാളെ രാവിലെ പോകണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അമ്മ ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒരു കോഴിപ്പൊട്ടൊക്കെ തൊട്ട് യുദ്ധത്തിന് പറഞ്ഞേക്കണ പോലെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞേച്ചി. ആദ്യ റൗണ്ടിൽ തന്നെ എൻ്റെ പെർഫോമൻസിൻ്റെ മെച്ചം കൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ച് അതേപോലെ ഇവർ അങ്ങോട്ട് പറഞ്ഞേച്ചി. അപ്പോൾ ഞാൻ ഈ സെലക്ഷൻ കിട്ടാതെ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്ന സമയത്ത് ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരറിയല്ല, ഇവർ വന്നിട്ട്, എടീ എന്താടി നിന്റെ മകൻ അവിടെ ചാനലിലെങ്ങാണ്ട് പരിപാടി അവതരിക്കാൻ പോയിട്ട് എന്താണ് അവനെ TV കാണിക്കുന്നത്, എന്താണ് അവൻ TV വന്നത്? ചോദ്യം സഹിക്കാൻ മേലാതെ അമ്മ ഇപ്പൊ കുടുംബശ്രീക്ക് പോക്ക് നിർത്തി, ഫൈനും കൊടുക്കുന്നുണ്ട് ചെല്ലാത്ത. അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന അമ്മയുടെ കയ്യിൽ ഞാൻ പറഞ്ഞു, അമ്മ രണ്ടാമത്തെ തവണ എന്നെ ഓഡിഷൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകുവാണ്, എവിടെയെങ്കിലും ചെല്ലു നീ. അങ്ങനെ ആരതിയില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ പെർഫോമൻസിന് വരുന്നത്. ഇനി അടുത്തത് എൻ്റെ കൂട്ടുകാരെ പറ്റി പറയാം. കൂട്ടുകാരുടെ ഞാൻ ഇതുപോലെ തന്നെ ആദ്യത്തെ പെർഫോമൻസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അളിയാ എറണാകുളത്ത് ഒരു ഓഡിഷന് പോവാണ്, അച്ഛനെ നീ അവിടെ ചെന്ന് സെലക്ട് ആയ ഉടനെ നീ വിളിക്കണം, ഞങ്ങൾ കുപ്പിയെടുത്ത് വെക്കും,
നീ വന്ന ഉടനെ നമ്മൾ അടി തുടങ്ങുന്നു. അപ്പൊ ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്. അവൻ പറയാം, അളിയാ നീ ആ പോണ വഴിയേ ആ ജംഗ്ഷനിൽ നിന്റെ ഫ്ലെക്സ് വെക്കേണ്ട സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ അവിടെ ക്ലീൻ ചെയ്തിടാം. ഞാൻ പറഞ്ഞാ ഞാനിത് ഒരു ഓഡിഷന് പോവുകയാണ്, അവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചാനലിൽ വരും. ആളിയാ നിനക്ക് കഴിവുണ്ടല്ലേ, നീ ധൈര്യമായിട്ട് ചെല്ലടാ, നിനക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവൻ്റെ കട്ടപ്പനെ ഋതിക് റോഷൻ സിനിമയിൽ സിദ്ദിഖിക്ക സിനിമ അഭിനയിക്കാൻ വേണ്ടി ടാറ്റയെ കൊടുത്ത് ബസ്സിൻ്റെ പുറകിൽ നിന്ന് പോകത്തില്ലേ, അതുപോലെയാണ് ഞാനിവിടെ ഓഡിഷൻ പങ്കെടുക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നു, സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഈ സെലക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ മദ്യം കിട്ടാത്തതിൻ്റെ ഒരു ചുരുക്ക് ഇവർക്കുണ്ട്. അപ്പം അവരുടെ കയ്യിലാണ് ഞാൻ ഈ രണ്ടാമത്തെ തവണ, അതായത് ഈ സെലക്ഷൻ കിട്ടിയ ഓഡിഷൻ്റെ കാര്യം പറയാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ആ മറ്റേ ഫ്ലെക്സ് വെക്കാന്ന് പറഞ്ഞ കൂട്ടുകാരൻ അവനവിടെ ഉണ്ട്. അവൻ്റെ ഞാൻ ചോദിച്ചു പറഞ്ഞ അവൻ്റെ ഞാനേ രണ്ടാമത്തെ തവണ ഓഡിഷൻ പങ്കെടുക്കാൻ പോവാണ്. ഉടനെ അവൻ വല്ല പണിക്കുമ്പോടാ രാവിലെ അവൻ ഒരു ഉടായിപ്പോട്ടെ ഇറങ്ങിക്കോളുവൻ, ഇത് പോയടാ അവിടെ നിന്ന് എന്നും പറഞ്ഞ് എന്നാണ് കൂട്ടുകാരെ വിട്ടത്. അടുത്തത് നമ്മുടെ ഭാര്യയല്ല, എൻ്റെ ഭാര്യ, എൻ്റെ സ്വന്തം ഭാര്യ മഹിമ. നേരെ കിടന്നാലും തിരിഞ്ഞു കിടന്നാലും അവള് തന്നെ, മഹിമ, തിരിഞ്ഞു കിടന്ന മഹിമ, അതാ ഉദ്ദേശം. അപ്പൊ അവള് ആദ്യ ഓഡിഷൻ വരുന്ന സമയത്ത് ഒരു ബാഗിനകത്ത് ഒരു കുപ്പിയിൽ ചൂടുവെള്ളം, ഒരു ഫ്ലാസ്കിനകത്ത് ചുക്കുവെള്ളം, ബിസ്ക്കറ്റ്, 2 കവർ 5 രൂപയുടെ ഹോർലിക്സ് കവർ, അത് സ്നേഹം കൊണ്ടായിരിക്കും, ഇതൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് എന്നെ പറഞ്ഞു വെച്ചത് മാത്രമല്ല, ഞാനിവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇടാനുള്ള ഒരു വാട്സാപ്പ് ഇല്ലാനുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ വരെ അവൾ റെഡിയാക്കി വെച്ചിട്ടാണ് എന്നോട് ഇങ്ങോട്ട് വിട്ടത്. ഇവിടെ വന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ സെലക്ഷൻ കിട്ടിയില്ല, പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ തവണ ഞാൻ ഓഡിഷൻ വരുമ്പോൾ ആ ബാഗിൻ്റെ സ്ഥാനത്ത് ഒരു സഞ്ചി, ഞാൻ ആ സഞ്ചി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് റേഷൻ കാർഡ്. ഞാൻ ഓഡിഷന് പോകുവാണ്. അപ്പോൾ അവള് പറയാണ് ഓഡിഷന് പോയാലും എവിടെ പോയാലും കുഴപ്പമില്ല, എവിടെ തിണ്ടിത്തിരിഞ്ഞ് നടന്നാലും വൈകിട്ട് റേഷനും മേടിച്ചിട്ട് വീട്ടിലേക്ക് വരാവുള്ളത്. അപ്പം അങ്ങനെയാണ് അവൾ പറഞ്ഞു വിട്ടത്. ഇനി എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാം. ഈ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 4 അയൽവക്കവും കേൾക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ ഒരു 5 മിനിറ്റ് പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഞാനിങ്ങനെ ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ടില്ല. ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ച് കാലൊക്കെ അതിനകത്ത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കാലൊക്കെടുത്ത് അതിനകത്ത് വെച്ചുകൊണ്ടിരുന്നുള്ള ഗംഭീര പഠിത്തം. അപ്പൊ നാട്ടുകാർ സ്വാഭാവികമായിട്ടും വിചാരിച്ചിരിക്കുന്നത് ആ കാലിന് പകരം അവൻ ആ തലയാണ് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നെങ്കിൽ ഈ ശല്യം ഞങ്ങൾക്ക് സഹിക്കേണ്ടി വരികയല്ലായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ ഉറപ്പായിട്ട് വിചാരിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ്, ഭയങ്കര പ്രാക്ടീസ്. കണ്ണാട് മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, കക്കൂസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കക്കൂസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കക്കൂസിനകത്ത് നിന്ന് ഒച്ചയും വെള്ളം കൊണ്ട് അച്ഛൻ വന്ന് അതിന്റെ ഡോറത്തിട്ടിട്ട് എന്താടാ അതിനകത്ത് ഞാൻ പറഞ്ഞു അച്ഛാ ഓഡിഷൻ ആണച്ചാ. അപ്പം അച്ഛൻ പറയാണ് ഓഡിഷൻ ആണെങ്കിൽ നീ വല്ല ORS കലക്കി കുടിക്കാൻ. ഇത് എന്തറിഞ്ഞിട്ടാണ് അച്ഛനെന്ന് പറഞ്ഞത് എനിക്കറിയാൻ മേല. തൊട്ട് പുറകെ വന്ന അനിയൻ എന്നൊക്കെ പറയാണ് കക്കൂസിനകത്തല്ല നിന്റെ ഓഡിഷൻ, ഇറങ്ങി പോടാ അവിടെ നിന്ന് എന്നുകൊണ്ട് ഒരുപാട് പരിഹാസം സഹിച്ചിട്ടാണ് നമ്മളവിടെ ഓഡിഷന് വന്നത്. ഓഡിഷന് വന്ന് ആ ഓഡിഷന്റെ ഹോട്ടലിൽ വന്ന് രാവിലെ ഞാനും 70കളുടെ വസന്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു അമ്മാവനുമാണ് എൻ്റെ കൂടെ. പുള്ളിയും പങ്കെടുക്കാൻ വന്നതാണ്. ഞാനും പുള്ളിക്കാരനും കൂടിയാണ് ആ ഓഡിഷൻ നടന്ന ഹോട്ടലിലേക്ക് കയറുന്നത്. അപ്പോൾ അകത്ത് നമ്മൾ ചെന്നു. പുള്ളിക്കാരൻ കക്ഷത്തിൽ വലിയൊരു ഫയലൊക്കെ ആയിട്ടാണ് വന്നത്. ഫയലൊക്കെ ആയിട്ട് വന്നു. ഞാൻ പുള്ളിയുടെ കൂടെ അകത്തേക്ക് കയറി. പുള്ളി ഒരു മേശപ്പുറത്ത് പോയിട്ടിരുന്ന് ആ ഫയൽ അങ്ങോട്ട് തുറന്നു. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു. പണ്ടം കണ്ട് പുള്ളി ഓട്ടത്തിനോ ചാട്ടത്തിനോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ 2 സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു. സുഗമ ഹിന്ദി പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് അതെടുത്തു വെച്ചു. പിന്നെ അടുത്തത് പുള്ളി JCB ഡ്രൈവർ ആണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അതും എടുത്തു വെച്ചു. ഞാൻ ചോദിച്ചു അല്ല ചേട്ടാ ഈ ഓഡീഷന് പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ വേണമായിരുന്നു. രമേഷ് പിഷാരടി അല്ലേ JCBയുടെ ഈ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് ചോദിക്കും. എൻ്റെ ഇത് പറഞ്ഞ് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല. ഭയങ്കര ടെൻഷൻ കയറി. ഞാൻ ആകപ്പാടെ മനസ്സിടിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഒരാൾ അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നടന്നു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, ഈ വൈബ് കിട്ടിയിട്ട് വേണം എനിക്കിവിടെ പെർഫോം ചെയ്യാൻ. പുള്ളി ദൂരെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നു. അപ്പോൾ ഞാനും ചിരിച്ചു കാണിച്ചു. തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് പുള്ളി എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറയാണ് ഇത് എന്തൊരു മുടി കൊഴിച്ചിലാണ്, ദൈവമേ ഈ പ്രായത്തിലൊക്കെ മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടാണ് കേട്ടാ, എന്നെ തലയെ തേച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല, മുടി വലിക്കല്ല. ഞാനൊന്നും മിണ്ടിയില്ല. പുള്ളി തുടർന്നു ഒരു പണി ചെയ്യും, ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടി ഒന്ന് അരച്ചി തലയെ തേച്ച് നോക്ക്, ചിലപ്പോൾ മുടി വളരും. ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ പൊന്നും മുടിയേ നിർത്തണ മുടിയേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എന്നെ വിടാൻ യാതൊരു ഉദ്ദേശവുമില്ല. പുള്ളി വീണ്ടും തുടർന്നു ഒരു പണി ചെയ്യും, കടലാമണക്കിൻ്റെ എണ്ണയും ആവണക്കെണ്ണയും മണ്ണെണ്ണയും കൂടെ സമം ചാലിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തലയെ തേച്ച് ഒരു 10 മിനിറ്റ് നിന്ന് നോക്ക്, ചിലപ്പോൾ മുടി വളരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനും ഓഡീഷന് പെർഫോം ചെയ്യാൻ വന്നത്, പുള്ളിയും ഓഡീഷന് പെർഫോം ചെയ്യാൻ വന്നത്. പുള്ളിക്ക് ഇതൊക്കെ എന്നോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടാ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, ഈ ഒരു വേദി വരെ ഒരു കലാകാരൻ എത്തി നിൽക്കുന്നത് ഇതുപോലുള്ള 100,000 പ്രശ്നങ്ങളും കടമ്പകളും കടന്നിട്ടാണ്. ഒന്നും തന്നില്ലെങ്കിലും നല്ലൊരു കയ്യടി തരണം. അങ്ങനെ കടമ്പകളൊക്കെ കടന്ന് നമ്മുടെ ഫൺസ് പോണ ടൈമിന്റെ വേദിയിൽ വന്നു. ഈ വരവിന് വീട്ടുകാരെങ്ങനെയാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ? ഇത് പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലേ? ഇല്ലില്ല.
എന്നാലും നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും. സുധീഷ് ഏട്ടാ? നല്ല എന്താ പറയാ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സുധീഷ് ചേട്ടാ. അതായത് നേരത്തെ ആദ്യം വന്നപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ പെർഫോമൻസിൽ ഒരു ടെൻഷൻ ഉണ്ടായില്ല. ഗംഭീരമായിട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം. അതിലെ ഓരോരുത്തരുടെ വേർഷൻസ് ഉണ്ടല്ലോ, അതായത് അമ്മയുടെ വേർഷൻ, കൂട്ടുകാരുടെ വേർഷൻ, പിന്നെ സഹോദരങ്ങളുടെ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ വളരെ രസകരമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതെന്താ പറയുക, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയാം. അപ്പം അതുകൊണ്ട് ആ ജോലി ഉപേക്ഷിക്കാതെ തന്നെ ഈ കലാപരിപാടിയും തുടരാം. ഗംഭീരമായിട്ട്. തീർച്ചയായിട്ടും. രമേശ് ഏട്ടാ? ഒരു തവണ വന്നു, കിട്ടിയില്ല. രണ്ടാമത്തെ തവണ കിട്ടി. അതെ അല്ലേ? അതെ. ഈ ഒന്നാം തവണയുടെയും രണ്ടാം തവണയുടെയും ഇടയിൽ നമുക്ക് ഭാഗ്യമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതാണ് കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു കാര്യം. ഒരാൾ എഴുതി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് അവതരിപ്പിക്കുന്നത് കണ്ടാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം എനിക്ക് മനസ്സിലാവും. അതിനോട് എനിക്ക് വലിയ ആദരവുമാണ്. പഠിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തോട് എനിക്ക് വലിയ ആദരവാണ്. ഞാൻ ഉൾപ്പെടുന്ന ചില പെർഫോമേഴ്സ് നമ്മൾ ചെയ്ത് നമുക്കൊരു ശീലമൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന അതിനനുസരിച്ച് സിങ്ക് ചെയ്ത് അഭിനയിക്കുന്ന സ്കിറ്റുകൾ വരുമ്പം പലപ്പോഴും ഒരു 50 സ്റ്റേജ് ആയാലും അതിന്റെ ലിപ്പ് കൃത്യമായിട്ട് പഠിക്കാത്ത ആളുകളുണ്ട്. കാരണം പഠിക്കണ്ട, അവർക്കത് അല്ലാണ്ട് ദൂരെ നിന്ന് നല്ല ആൾക്കാർ കാണുന്നുള്ളൂ. ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നവരുണ്ട്. അപ്പോ ഞാൻ ഈ കാര്യത്തിൽ ഏറ്റവും അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ള ഒരാളാണ്. സ്റ്റേജിൽ വന്നൊരു പരിപാടി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലാഞ്ഞിട്ടും സിനിമയിൽ അത്രയും ദിവസം നിന്നാൽ കോടിക്കണക്കിന് രൂപ കിട്ടുമെങ്കിൽ അതിന്റെ 51% പൈസ പോലും കിട്ടാഞ്ഞിട്ടും സ്റ്റേജ് പരിപാടികൾക്ക് വേണ്ടി വരികയും സ്റ്റേജിൽ എന്തും ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടൻ. ഞാൻ അദ്ദേഹത്തിന്റെ 1, 2, 3 ഷോകളുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് വെച്ചോ, ബാക്കിയുള്ളവരുടെ ഐറ്റം നോക്കി സ്റ്റേജ് 1 സെക്കൻഡ് ഫ്രീ ആയ ഒന്നുകൂടെ മറ്റേ പാട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞ് ഓൾറെഡി റെഡിയായ സംഭവം വീണ്ടും ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേജിൽ പുലിമുരുകനിലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കറങ്ങിയിട്ടുള്ള ഫൈറ്റ് അത് സ്റ്റേജിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാം ചെയ്ത് വിജയിച്ചതുകൊണ്ട് അംഗീകരിക്കുന്നത്. ഒന്ന് വീണു എന്ന് വിചാരിക്കട്ടെ, ജീവിതകാലം മുഴുവൻ ആ വീഡിയോ പ്രചരിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ താനിപ്പോ ഇത്രയും കടമ്പ കടന്നു വന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റുന്ന ചെറിയ തെറ്റ് പോലും പരിഹസിക്കപ്പെടും. എന്നിട്ടും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത്, വീണ്ടും റിഹേഴ്സൽ ചെയ്ത് അതിന് കോൺഫിഡൻസ് കൂട്ടുക എന്ന് പറയുന്നത് ഒക്കെ ഒരു വലിയ കലാകാരന്മാരുടെ ലക്ഷണമാണ്. നിങ്ങൾ ഇവിടെ ഇപ്പൊ ആ തുടക്കം തൊട്ട് തീരുന്നവരെ ഒരു സെക്കൻഡ് ഒന്ന് സംശയിക്കുകയോ ചിന്തിക്കുകയോ ആലോചിക്കുകയോ, നിങ്ങൾ ആലോചിക്കുകയാണ് എന്ന് കണ്ടു നിൽക്കുന്നവന് മനസ്സിലാകുകയോ ഒന്നും ചെയ്യാതെയാണ് പ്രകടനം അവതരിപ്പിച്ചത്. വളരെ ഗംഭീരമായിരുന്നു. താങ്ക് യു. Once Upon a Time version 2.0 എക്സലൻസ് അവാർഡ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റിലെ അതിഥി താരം ഒരു മികച്ച ഹാസ്യകലാ പ്രതിഭയാണ്, സിനിമ അഭിനേതാവാണ്. പ്രിയങ്കരനായ കലാകാരൻ ശ്രീ മുഹമ്മദ് പ്രസാദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രസാദാ, എന്തോ? നമസ്കാരം. നമസ്കാരം. സുധീർ ഭായി. മുഹമ്മദ് പ്രസാദൻ, ഞങ്ങൾ 2 വർഷം അല്ലേ? ഒരു വർഷം ഒരുമിച്ച് ഒരു ട്രൂപ്പിൽ കളിച്ചു. അതെ, ഒരു വർഷം ട്രൂപ്പിൽ കളിച്ചു. അല്ലാതെ പിന്നെ പല പ്രോഗ്രാം നമ്മൾ പിന്നെ ഗാനമേളയൊക്കെ കളിച്ചു. മാട്ട കളിക്കും എന്ന് നമ്മൾ പറയും. എങ്കിലും ഒരു വർഷം മുഴുവൻ ഒരു ട്രൂപ്പില് മിമിക്സ് DTS എന്ന് പറയുന്ന ഒരു ഷോ സലീം കുമാർ ഏട്ടന്റെ ട്രൂപ്പില് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏത് വർഷമായിരിക്കും ഇത്? അത് 2002 ആയിരിക്കും. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്തതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. ഇല്ല, ഞാൻ ഇപ്പോഴും അതേ വിനയത്തോടു കൂടെ തന്നെയാണ് കാണിക്കുന്നുള്ളൂ. ഞങ്ങൾ തമ്മിൽ കാണുമ്പോ എപ്പോഴും പറയുന്നൊരു കാര്യം, നിന്ന് പോകത്തേ ഉള്ളൂ, വിട്ടോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ അതിലേക്ക് പോകണ്ട, അതിലിട്ട് ഞാൻ പോവും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആലുവയിൽ ഒരു ഷോ കഴിഞ്ഞപ്പോ അന്ന് സംഘാടകരിൽ ആരോ ഒരു വിദേശ മദ്യമോ എന്തോ കൊടുത്തു. നല്ല നമുക്കൊന്നും അവൈലബിൾ അല്ലാത്തൊരു സാധനം കൊടുത്തു. അപ്പൊ ഞങ്ങളൊക്കെ ഈ മൈനർ ബാച്ചാ, ചെറുകിട പിള്ളേരാ. ഇവര് വലിയ പുള്ളികളാ, സീനിയേഴ്സാ. നമ്മളെ അടുപ്പ് നമ്മള് വളരെ ഭയഭക്തി ഭവനത്തോടെ നിൽക്കുന്നത്. അപ്പൊ എനിക്കൊരു ചെറിയ മണം അടിച്ചു, ഇവരുടെ കയ്യിൽ എന്തോ തട്ടിപ്പുണ്ട് എന്നുള്ളത്. എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ഷോ കഴിഞ്ഞിട്ട് അവിടെ ഒരു റൂമും ഉണ്ട്. ആലുവയിൽ നിന്നും രാത്രി വേണമെങ്കിൽ നമുക്കൊക്കെ പ്രൈവറ്റ് ബസ്സും ലോറിയൊക്കെ കയറി വീട്ടിലോട്ട് പോവാം, വേണമെങ്കിൽ കിടന്നിട്ട് നാളെ രാവിലെയും പോവാം. അപ്പൊ ഇവര് 4 പേരോട് അവിടെ കിടക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഞാനൊരു അഡീഷണൽ ബാധ്യതയായിട്ട് അവിടെ നിപ്പുണ്ട്. അപ്പൊ പുള്ളി പതുക്കെ എന്റെ അടുത്ത് വന്നിട്ട്, ഉഷാരടി ഫോണില്ലേ? ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ രാത്രി ഇവിടുന്ന് അവിടം വരെ പോകണ്ട, ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കാം. നിന്ന് പോകത്തേ ഉള്ളൂ, വിട്ടോ എന്നും പറഞ്ഞിട്ട് നൈസായിട്ട്
ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് ടി വിയിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ? അതെ അതെ. ശരിക്കും മിമിക്രി ആരംഭിച്ചത് എപ്പോഴാണ്, ഏത് സമയത്താണ്? പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. എങ്ങനെയെങ്കിലും പാട്ട് പഠിക്കണം, അതിനുവേണ്ടി സംഗീതം പഠിക്കാൻ ചേർന്നു ഒരു മാഷെടുക്കല്. ഈ മാഷാണെങ്കിൽ മൂക്കിപ്പൊടി വലിക്കുന്ന ആളാ. മൂക്കിപ്പൊടി ഇല്ലേ, അത് ഈ അർക്കപ്പൊടി വലിക്കണ പോലെ വലിച്ചു കയറ്റുന്ന ഒരാളാണ്. ഞാൻ അതൊക്കെ പുള്ളി പഠിപ്പിക്കുമ്പോൾ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഗീതം, വർണ്ണം അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരുമല്ലോ. ഇപ്പൊ ഗീതം പഠിപ്പിച്ചു. ശ്രീയേ ഗണനാഥ സിന്ദൂരവർണ്ണ കരുണ സഗര കരിവദനകലം ബോധര. ഇങ്ങനെയാണ് ആ പാട്ട്. ഇങ്ങനെ ഈ മൂക്കിപ്പൊടി വലിച്ചേക്കണോണ്ട് എന്നെ പഠിപ്പിക്കണത് ഗണനാഥ സിന്ദൂരവർണ്ണ കരുണ സഗര കരിവദനകലം ബോധര. അപ്പൊ ഇതുപോലെ അനുകരിച്ചാണ് ഞാനും പഠിക്കണത്. അപ്പൊ ഈ കൂട്ടുകാർ കുറച്ചാളെ ചോദിച്ചു, നീ നമ്മളെയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി സംഗീതമൊക്കെ പഠിക്കാൻ പോയല്ലോ, എന്തായി? ഞാൻ പറഞ്ഞു, ഞാൻ ഗീതം വരെയായി, എനിക്കിനി വർണ്ണം പഠിച്ചാൽ മതി. വർണ്ണം കീർത്തനാണല്ലോ. എങ്ങനെയാടാ നീ പാടിയത്? എടാ ഇതിങ്ങനെയല്ലേ ഈ പാട്ട്, ഇത് ആരെ പഠിപ്പിച്ച? ഞാൻ പറഞ്ഞു, ഇന്ന സാറ്. ഓ പുള്ളിയൊക്കെ പെൻഷൻ ആയടാ, റിട്ടയർഡ് ആയി, നീ എവിടെ ചെന്നാലും തോൽവിയാ. അങ്ങനെ സംഗീതത്തിൽ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ ഈ എല്ലാ ഉത്സവപ്പറമ്പഴും പോകുമ്പോഴും നമ്മൾ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെല്ലും. അത് നമ്മുടെ ഒരു ശീലമാണ്. ഈ നാടകം, ബാലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ പോകുമ്പോൾ ഈ നാടകടന്മാരൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ടെസ്റ്റ് എടുക്കുന്നു. സാർ സോഡ വേണോ എന്നൊക്കെ കമ്മിറ്റിക്കാർ വന്ന് ചോദിക്കുന്നു. അത് കണ്ടപ്പം നാടകത്തിൽ അഭിനയിച്ചാൽ എന്താ, ചിലപ്പോൾ ക്ലച്ച് പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു നാടക സമിതി രൂപീകരിച്ചു, ചേർത്തല സംഘം. അവിടുത്തെ ക്ലബ്ബുകളിലൊക്കെ നാടകം മുൻപ് അഭിനയിച്ചിട്ടുള്ള വലിയ കലാകാരന്മാരൊക്കെയാണ്. അവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു നാടകം സംഘടിപ്പിച്ചു. ആ നാടകം ഫസ്റ്റ് സ്റ്റേജ്. അപ്പം എൻ്റെയൊക്കെ ഫസ്റ്റ് നാടകമാണ്. നാടകത്തിൽ രക്ഷപ്പെടാം. നാടകം അവതരിപ്പിക്കാൻ ഫസ്റ്റ് ബെല്ല് കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ബെല്ലില്ല. അപ്പം തന്നെ ബെല്ലില്ല ഫസ്റ്റ് ബെല്ല് കൊടുക്കണം, അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു എന്ന് പറയാൻ കൊടുക്കാൻ ഫസ്റ്റ് ബെല്ലില്ല. അപ്പം തന്നെ വളക്കച്ചവടക്കാർക്ക് നീ കീ കൊടുക്കണ കാറില്ലേ, അതൊരെണ്ണം മേടിച്ച് കീ കൊടുക്കുമ്പോൾ ട്രെന്ന് കേൾക്കുന്ന ഒരു കാറുണ്ടല്ലോ, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് മെയിൻ നടൻ അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു, കീയും കൊടുത്തിട്ട് ഈ കാർ എടുത്ത് ഈ കയ്യെ ഇങ്ങനെ വെച്ച് മൈക്കിൻ്റെ അവിടെ കാണിച്ചു കൊടുത്ത് കാറ് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് ചാടിപ്പോയി. ഈ സാധനം കയ്യിൽ നിന്ന് ചാടിപ്പോയി. സ്റ്റേജിൽ കിടന്ന് ഓട്ടാ ഈ സാധനം. ഇങ്ങനെ ഓടി അതിനെ പിടിച്ചു വെച്ച് കിടത്തി അവിടെ ഇട്ടു. സഹൃദയര് നാടകം ആരംഭിക്കുന്നു. നാടകം അങ്ങ് തുടങ്ങി. നാടകത്തിന്റെ ഫസ്റ്റ് ഒരു മയക്കുമരുന്നുമായിട്ട് ഒരുത്തൻ കടപ്പുറത്തൂടെ ഓടുന്ന, ഈ മയക്കുമരുന്നുകാരിങ്ങനെ ഓടുന്ന ഒരു പോലീസുകാരൻ ചാടി വീഴുന്നു. ആരടാ നീ, എന്താടാ ഈ ബാഗിനുള്ളിൽ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്സന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നും പറഞ്ഞ് ലാത്തി എടുത്തൊരു ഒറ്റ അടി കൊടുക്കുകയും പുള്ളിയുടെ കയ്യിൽ നിന്ന് ലാത്തി സ്ലിപ്പായി പോയി. ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ഈ വാതൊക്കെ ഈ സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിലുണ്ടാവില്ല, ഇങ്ങനെ ഇരിക്കണ മേലോട്ട് നോക്കി ഫ്രണ്ടിലിരിക്കുന്ന ആളുണ്ടല്ലോ, അവന്റെ നെറുകും തലക്കെട്ട ഈ ലാത്തി എന്ന് കൊള്ളണം. ഈ ലാത്തി എടുത്ത് അവൻ തിരിച്ച് സ്റ്റേജിലേക്ക് എറിയണു. സ്റ്റേജിൽ ഭയങ്കര ബഹളം. നാടകം അവിടെ നിർത്തി. നാടകത്തിന്റെ പേര് അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം. നാട്ടുകാർ പിന്നെ അതിന് പേരിട്ടു ചന്തിക്ക് തേക്കുന്ന കുമ്മായം. അന്നത്തെ കൊണ്ട് ആ നാടക അഭിനയം അങ്ങ് നിർത്തി. പിന്നെ മിമിക്രിയിൽ എങ്ങനെ വന്ന മിമിക്രി കളിച്ചിങ്ങനെ മാട്ടേ കളിച്ച് നടന്നപ്പോഴും രക്ഷയില്ല. പിന്നെ അവസരം ഞാൻ എൻ്റെ തൊഴിൽ മേഖലയായ കയർ മേഖലയാണ് ഞങ്ങളുടെ ആലപ്പുഴയിലെ തൊഴിൽ മേഖല. അപ്പോൾ കയർ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാം, അതൊക്കെ നടക്കുകയുള്ളൂ നമുക്ക്. കാരണം നാടകം നോക്കി, പാട്ട് നോക്കി, എല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാജൻ പള്ളൂരുത്തി വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തണം. ഒരാൾ വരിക വീട്ടിൽ. ഇങ്ങനെ രാജൻ പി ദേവിന്റെ ഒരു ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്. നിനക്ക് രാജൻ പി ദേവ്, രാജൻ ചേട്ടന്റെ ഒരു ട്രൂപ്പ് ജൂബിലി തിയേറ്റേഴ്സ്, ജൂബിലി ജോക്സ് എന്നും പറഞ്ഞ് ഒരു മിമിക്സ് ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പൊ നിന്നെ അതിൽ അപ്പൊ എന്റെ മാട്ട പരിപാടിയൊക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് പുള്ളി. നീ അങ്ങനെ വന്നാൽ നന്നാകണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു ഇത് കേട്ടിട്ട് ഞാൻ ജൂബിലി ജോക്സ് ചെല്ലുകയാണ്. രാജൻ പി ദേവിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. വീടിന്റെ ഇപ്പുറത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ച റിഹേഴ്സലൊക്കെ. അപ്പൊ അന്ന് വന്നതാണ് മിമിക്രിയിൽ. അന്ന് തൊട്ട് ഇന്ന് വരെ ആ മിമിക്രിയാണ് എൻ്റെ ജീവിതം. വേറെ ഒന്നും എനിക്കൊരു ബാധ്യതയായിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൽ ഒരാൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെ, സാജൻ പള്ളുരുത്തി വിളിച്ചിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോ വെളിപാടിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമയില് വളരെ ഗംഭീരമായിട്ടുള്ള വേഷമായിരുന്നു. തിയേറ്ററിൽ ഒരുപാട് കൈയടി കിട്ടിയ ഒരു സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.
മാത്രമല്ല ഞാൻ നമ്മുടെ കഴിഞ്ഞ സീസണിൽ പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ പ്രസാദേട്ടനെ പറ്റിയായിരുന്നു. 2 കഥകൾ. അതിൽ 2 കഥകളാണ് പ്രസാദിനെ പറ്റി. അതിൽ ഒരു കഥ സിനിമയിൽ പോയി. അതറിയാവോ? ഏതായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രസാദേട്ടന് ചെറുതായിട്ട് ദേഷ്യം വന്ന ടോൺ അങ്ങനെ പറയല്ലേ, അങ്ങനെ ഒരു ടോൺ വരും. പിഷാരടി, ഞാനൊരു കാര്യം പറഞ്ഞില്ല. അല്ല ഏട്ടാ, ഞാൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞു പിഷാരടി അങ്ങനെ പറയല്ലേ, എന്ത് മര്യാദ പിഷാരടി പറഞ്ഞത്, ഇങ്ങനൊരു ടോൺ വരും. അല്ല, പണ്ട് ഞാനും ബിജുക്കുട്ടനും പിഷാരടിയും രാജേഷ് പറവൂരൊക്കെ ഒരുമിച്ചൊരു ട്രൂപ്പിലുണ്ടായിരുന്ന. അപ്പൊ ഞാനും ബിജുക്കുട്ടനും കൂടെ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് സംസാരിക്കും. ബിജുക്കുട്ടന്റെ വോയിസിനും ബേസ് ഇല്ലല്ലോ, അപ്പൊ എന്റെ വോയിസും ഏകദേശം അതെ അതെ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയല്ല. അപ്പം ഈ സലിമേട്ടനാ ട്രൂപ്പിന്റെ. അപ്പൊ പുള്ളി സ്റ്റേജിന്റെ അവിടെ നിന്നിട്ട് പെണ്ണുങ്ങൾ സംസാരിക്കണം ബാക്കിൽ, സ്റ്റേജിന്റെ ബാക്കിൽ പെണ്ണുങ്ങൾ സംസാരിക്കലടാ. അപ്പൊ ഞാനും ബിജുവാ സംസാരിക്കണേ, അപ്പൊ പെണ്ണുങ്ങൾ സംസാരിക്കില്ലെന്ന് പുള്ളി പറയും അല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയാണേലും നിങ്ങളുടെ ആ സൗണ്ട് ഒന്ന് പറഞ്ഞേ, ഒരു ഇത് ശരിക്കും പറയുന്നതാണോ അതോ ഇത് സ്കിറ്റിൽ ഇട്ടിട്ടുണ്ട്? ഇത് അന്ന് skit കാലത്ത് ഞങ്ങളുടെ സ്കിറ്റിൽ നിങ്ങൾ എന്തിനാണ് എന്റെ ഭാര്യയുടെ ശരീരത്ത് മുട്ടിയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് എന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറി മുട്ടിയത്? അല്ല, ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ മുട്ടിയില്ല. ഞാൻ ഒരു ഞാൻ തൊട്ടിട്ട് പോലും ഈ സാധനമുണ്ട്. ഇത് ജീവിതത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. അപ്പൊ ഞാന് ഒരു ദിവസം ഇതുപോലെ എന്നോട് തർക്കിച്ചോണ്ടിരിക്കുവോ എന്തോ കാര്യത്തിൽ പ്രസാദൻ തർക്കിച്ച് മൂത്ത് വന്നപ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ചേട്ടന്റെ സൗണ്ട് പണ്ട് തൊട്ട് ഇങ്ങനെയാണോന്ന് ചോദിച്ചു. ആ വിഷയത്തിൽ നിന്നെല്ലാം വിട്ടിട്ട് ഒന്ന് സുധീഷേട്ടൻ ചോദിക്കുവോ എന്നോട്. ഞാൻ അങ്ങനെ പറയില്ല, അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മോശം പെട്ടെന്ന് ചേട്ടന്റെ സൗണ്ട് പണ്ട് തൊട്ട് ഇങ്ങനെയാണോന്ന് ചോദിച്ചോണം കേട്ടോ. ഇത് പ്രസാദേട്ടൻ പറഞ്ഞാണ്. പക്ഷേ അങ്ങനെ പറയല്ലേ, നമ്മൾ ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരിടത്ത് പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് കിട്ടണ്ടേ, അല്ലാണ്ട് എന്താണ് പിഷാരുടെ എന്തെങ്കിലും പറയണ എന്താ? അല്ല ഏട്ടാ, ചേട്ടന്റെ ഈ സൗണ്ട് പണ്ടോട്ട് എങ്ങനെയാണോ? എങ്ങനെ എവിടുന്നോ ഒരു ബേസ് എടുത്തോണ്ട് വന്നിട്ട് എങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായി അതാ ചോദിക്കാൻ പോകുന്നതെന്നുള്ളത്. അന്ന് കാലത്ത് പ്രസാദന്റെ കുറച്ച് സ്റ്റാറുകളുണ്ട് സ്റ്റേജിൽ. മാള അരവിന്ദൻ ചേട്ടനെ അനുകരിക്കുമായിരുന്നു. കൗണ്ടമണി സെന്തിൽ കൂട്ടുകെട്ടിലെ സെന്തിലിനെ അനുകരിക്കുമായിരുന്നു. ഞാൻ ഏകദേശം 200 സ്റ്റേജ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നും സെന്തിലിന്റെ ഡയലോഗ് എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിന് കയ്യടി കിട്ടാത്ത ഒരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ ഒരു സ്റ്റേജിൽ പോലും കയ്യടി കിട്ടാതിരിക്കുന്ന കണ്ടിട്ടില്ല. കട്ടര് പോലെ കയ്യടിയാണ് ഇദ്ദേഹം അത് അവതരിപ്പിക്കുമ്പം. പക്ഷെ ഡയലോഗ് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ആ മനസ്സിലാവാത്ത ഡയലോഗ് നമുക്ക് ഇവിടെ ഒന്ന് ആ സെന്തിൽ മാത്രം. അത് അതുപോലെ തന്നെ വേണോ? അതുപോലെ തന്നെ അന്ന് ചെയ്തോണ്ടിരുന്നത് കേട്ടിച്ച സന്തോഷം. പിന്നെ എന്താണ് എന്റെ അർത്ഥം എന്ന് ചോദിച്ചാ, നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ പഠിച്ചോണ്ട് വന്നിരിക്കുക. അന്ന് എന്താ പറഞ്ഞത്? അയ്യോ സൂത്തിരിയാ. ഈ സൂത്തിരിയ എന്നൊരു വാക്ക് തമിഴിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. സംഭവം എന്നാന്നറിയാമോ? പണ്ട് മിമിക്രിയില് നമ്മൾ സ്കിറ്റ് കളിക്കാനല്ലേ പോണേ. അപ്പൊ നമുക്ക് ഈ സ്കിറ്റ് കളിക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്റ്റാർ എടുത്ത് കയ്യടി മേടിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകൾ നമ്മളെ സെപ്പറേറ്റ് വിളിച്ചു വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഹരിശ്രീ സാറൊക്കെ ഇല്ലേ, നമ്മുടെ ട്രൂപ്പിൽ സ്റ്റാർ എടുക്കാൻ വേണ്ടി മാത്രം പുള്ളിനെ ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിക്കുക. നമ്മൾ ഈ കിടന്ന് മലക്കം മറിഞ്ഞ് ഈ ബോക്സും ചുമന്ന് ഈ തട്ടിയും കെട്ടി സ്കിറ്റും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇരട്ടിയും മേടിച്ചിട്ട് പുള്ളി വെറുതെ വന്നിട്ട് 4 സ്റ്റാറും എടുത്തിട്ട് പുള്ളി മേടിച്ചിട്ട് പോകാൻ നമ്മളിൽ 100 രൂപ കൂടുതൽ. അപ്പൊ അന്ന് തോന്നി, ഇവർക്ക് സ്റ്റാർ എടുക്കണോണ്ട് ഇവർ പൈസ കൂടുതൽ കിട്ടുമല്ലേ. അന്ന് അങ്ങനെ തോന്നിയപ്പം വേറെ എടുക്കുന്ന ആൾക്കാരുടെ നോക്കി കണ്ടുപഠിച്ചിട്ട് എല്ലാം കൂടെ ചുമ്മാ നമ്മൾ പറഞ്ഞപ്പോ ജനം കൈയടിച്ചു. അതുകൊണ്ടപ്പോ എന്നോർത്ത് ഈ സ്റ്റാർ അങ്ങ് പോയേക്കാം. പ്രസാദേട്ടാ, വളരെ രസകരമായ എക്സ്ചേഞ്ചുകളായിരുന്നു. വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഞങ്ങൾക്കും കുറെ പഴയ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞങ്ങളുടെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഈ വേദിയിൽ എത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. സോ ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ഏറ്റുവാങ്ങണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സുധീഷ് ചേട്ടനെ, രമേശ് ചേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. ശ്രീ മുഹമ്മദ് പ്രസാദേട്ടൻ, അദ്ദേഹം സ്റ്റേജുകളിൽ ഒരു മിനിമം ഗ്യാരണ്ടി അല്ല, ഫുൾ ഗ്യാരണ്ടി ഉള്ള കലാകാരനാണ്. ഒരുപാട് ഷോകളുടെ വിജയത്തിന് കാരണമായിട്ടുള്ള ഒരു കലാകാരൻ. ടെലിവിഷൻ ഷോകളിൽ
സിനിമകളിൽ എല്ലാം കിട്ടുന്ന വേഷങ്ങൾ ഏറ്റവും ഭംഗിയായി പ്രകടിപ്പിക്കുന്ന ഒരു പ്രതിഭയാണ് മുഹമ്മദ് പ്രസാദ് ഏട്ടൻ. എൻ്റെ ആദ്യത്തെ സിനിമയായ പഞ്ചവർണ്ണ തത്തയിലും ഒരു വേഷം വളരെ ഗംഭീരമായി കൈകാര്യം ചെയ്തിരുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ പരിചയപ്പെട്ടു പോകുന്ന ഒരുപാട് കലാകാരന്മാരിൽ എന്നും ഓർത്തു വയ്ക്കുന്ന കലാകാരന്മാരിൽ ഒരാളാണ് ശ്രീ പ്രസാദ് ഏട്ടൻ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ പരിപാടിയെ വളരെ ഗംഭീരമാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്. ഇനി ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്ന് നോക്കാം. റൂബിൻ ആൻഡ് വിഷ്ണുദത്ത് ഇരുവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്ത കാലത്ത് കണ്ട ഗംഭീര എപ്പിസോഡുകളിലൊന്നായിരുന്നു ഇത്. അതെ, രണ്ട് മികച്ച പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടത്, റൂബിനും വിഷ്ണുദത്തും. റൂബിൻ അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ വേദിയുടെ ഒരു വേഗതയും ഈ വേദിയുടെ കണക്കുമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ കലാകാരനാണ്, പ്രതിഭയുള്ള കലാകാരനാണ്. ഈ വേദിയിൽ 1-ാം സ്ഥാനം ഇതിനു മുമ്പ് നേടിയിട്ടുള്ള കലാകാരനാണ് റൂബിൻ, അല്ലേ? റൂബിൻ ഇതിനു മുമ്പ് വന്നപ്പം ബെസ്റ്റ് പെർഫോമർ ആയാണ്. അത്തരത്തിലുള്ളൊരു ബെസ്റ്റ് പെർഫോമറോടാണ് വിഷ്ണുദത്ത് വന്ന് മത്സരിക്കുന്നത്. വിഷ്ണുദത്ത് അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു, ഒരു തവണ വന്ന് ഓഡീഷൻ പാസ്സാകാതെ പോയ ഒരാളാണ് വിഷ്ണുദത്ത്. പിന്നീട് അദ്ദേഹം ചെയ്ത കഠിനാധ്വാനം എന്ന് പറയുന്നത് ഉറപ്പായും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഒപ്പം ഏറ്റവും ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ വിഷ്ണുദത്ത്. വേർഷൻ 2.0 മറ്റൊരു ഗംഭീരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. But we will be back with yet another beautiful episode. Until then, bye bye.